السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അറിയുകയും അവ കൃത്യമായി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ തൃപ്തിയും നേടിയെടുക്കാൻ സാധിക്കും വിധം രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെക്കുറിച്ച് നാം ചർച്ച ചെയ്തു വന്നു. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കർ? ലോകത്ത് ഈമാനോടുകൂടി ജീവിക്കുന്ന തഖ്വയുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. അത് പ്രത്യേക കാറ്റഗറിയല്ല. നമുക്കൊക്കെ ഈമാനും തഖ്വയും എത്രത്തോളമുണ്ടോ അത്രത്തോളം അള്ളാഹു നമ്മളെ അള്ളാഹുവിൻ്റെ വലിയാക്കും. ഒരാൾ അള്ളാഹുവിൻ്റെ വലിയായാൽ അള്ളാഹു ആ മനുഷ്യന് ഒരുപാട് കറാമത്തുകൾ നൽകും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കറാമത്താണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോളുന്നില്ല. ഈമാനും തഖ്വയുമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു കറാമത്ത് നൽകും. ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കറാമത്തിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത് അംറുൻ ഖാരിഖുൻ ലിൽ ആദ. അത് സാധാരണ പതിവിന് വിപരീതമായ കാര്യങ്ങളുണ്ടാവുക. യുജ്രില്ലാഹു ബിഹി അലാ യദി വലിയിൻ. അള്ളാഹു വലിയായി അള്ളാഹു കാണുന്ന വ്യക്തികളുടെ കയ്യിലൂടെ അവരിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ് കറാമത്ത്. അള്ളാഹുവിൻ്റെ ആദരവ്. കറാമത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആദരവ് എന്നാണ്. അത് അള്ളാഹു നടപ്പിൽ വരുത്തുന്ന യുജ്രില്ലാഹു ബി, അത് അള്ളാഹു നടപ്പിൽ വരുത്തും. അലാ യദി വലിയൻ, ഒരു വലിയൻ്റെ കൈക്ക്. ആരാണ് വലിയ? ഖുർആൻ പറഞ്ഞെന്താ? ആരാ വലിയന? അല്ലദീന ആമനു, അവർ വിശ്വാസികളാണ്, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവരാണ്. വക്കാനു യത്തഖൂൻ, അവർ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അവരാണ് അള്ളാഹിൻ്റെ വലിയ.
അങ്ങനെ അള്ളാഹുവിൻ്റെ വലിയായാൽ അള്ളാഹ് പറഞ്ഞത് ലാ ഖൗഫുൻ അലൈഹിം വലാഹു യഹ്സനൂൻ. അതാണ് ഒന്നാമത്തെ കറാമത്ത്. അവർക്ക് ജീവിതത്തിൽ പിന്നെ ഭയപ്പെടേണ്ടിയല്ല. ഇപ്പം ഞാനും നിങ്ങളും അള്ളാഹിൻ്റെ വലിയായിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ അടയാളാണ് നമുക്ക് ഭയം ഉണ്ടാവില്ല. ഒരു വിഷയത്തിലും ദുഃഖം ഉണ്ടാവില്ല. എന്ത് നഷ്ടപ്പെട്ടു, ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റിനെ കുറിച്ചോ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ആ വലിയിൻ്റെ കൽബിലേക്ക് അള്ളാഹു പ്രയാസങ്ങൾ കൊടുക്കൂല. അതാണ് ആദ്യത്തെ കറാമത്ത്. അത് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഈമാനോടുകൂടി അടുത്തിട്ടുമില്ല. അതില്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് തഖ്വയോടുകൂടി ജീവിച്ചിട്ടുമില്ല. ഒരു പ്രയാസങ്ങൾ അതിലെ പോകുമ്പോഴേക്കും ഭയവും ദുഃഖവും ഒക്കെ നിങ്ങൾക്ക് നേരിടുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കറാമത്ത് അനുഭവിക്കുന്ന വലിയല്ല. അപ്പം അള്ളാഹുവിൻ്റെ വലിയിൻ്റെ പ്രത്യേകത എന്താ? അവരുടെ കൈക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ, കറാമത്തുകൾ, ആദരവുകൾ നടപ്പിൽ വരുത്തും. ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി, ഷാഫി മദ്ഹബിലെ പ്രാമാണികനായ പണ്ഡിതൻ അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി വിശദീകരിക്കുന്നത് ആരാണ് വലി എന്ന് അദ്ദേഹം പറയുന്നു. അൽ ആലിമു ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ, അവർക്ക് വലിയാകാൻ പറ്റും. അള്ളാഹിനെ കുറിച്ച് അറിയണം. അൽ ആലിമു ബില്ലാ വൽ മുവാലിബു അലാ താഅത്തില്ല, അള്ളാഹുവിനോടുള്ള ബന്ധം കൃത്യമായിരിക്കും. ഒരു വിട്ടുവീഴ്ചയും അതിലുണ്ടാവില്ല. നിസ്കാരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല, സക്കാത്ത് കൊടുക്കുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഉണ്ടാവില്ല. എല്ലാ വിഷയങ്ങളിലും നല്ല കൃത്യനിഷ്ഠ, മുവാലിബ് ഉണ്ടാവും. മുവാലിബ് പറഞ്ഞാൽ കൃത്യനിഷ്ഠ. ഒരു കൃത്യനിഷ്ഠമില്ലാത്ത, വെള്ളിയാഴ്ച ജുമാക്ക് പോകാതെ ഐസ്ക്രീം തിന്ന് നടക്കുന്ന ഒരാളെ അയാൾ വലിയാണ്, അല്ലെങ്കിൽ അയാൾ തൊപ്പിയും തലയെക്കെട്ടും വെച്ച് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ദിക്റും ചൊല്ലി റോട്ടിൽ കൂടെ ജുമാൻ്റെ സമയത്ത് നടന്നാൽ അയാൾ വലിയാന്ന് ബാധിക്കുന്നത് ശുദ്ധാബദ്ധമാണ്. അത് നമ്മളുടെ ഈമാനിലേക്ക് തകർച്ച ഉണ്ടാക്കും, നമ്മൾ ശിർക്കിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവിടെ ജാറങ്ങൾ ഉണ്ടായത്, അങ്ങനെയാണ് ഇവിടെ വിലായത്ത് ഉണ്ടായത്, അങ്ങനെയാണ് ഇവിടെ കള്ള ഔലിയാക്കന്മാരുണ്ടായത്. യഥാർത്ഥ ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹു കറാമത്ത് നൽകിയാൽ തന്നെ ആ കറാമത്ത് ജനങ്ങളുടെ മുമ്പിൽ വെക്കൂല. ഇമാം ഷെയ്ഖ് റിഫായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു വലി, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു നടക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞത് യസ്തുറുൽ കറാമ, കറാമത്ത് മറച്ചു വെക്കും. കമാ തെസ്തുറുൽ മർഅത്തു മിനൽ ഹൈൽ, ഒരു പെണ്ണിന് ഹൈൽ ഉണ്ടായാൽ അത് ആരെയും കാണിക്കാതെ മറച്ചു വെക്കുന്നത് പോലെ ഒരു വലി തനിക്ക് അല്ലാഹു കറാമത്ത് കൊടുത്താൽ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കും. അതാ ഓനാ വലി. അപ്പം അത് കച്ചവടം നടത്താൻ പറ്റില്ല. സാധാരണ ഇവിടെ നടക്കുന്ന വലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക യൂണിഫോം ധരിച്ച് ഒരു പ്രത്യേക വസ്ത്രധാരണം നടത്തി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതാ റഅയ്തും റജുലൻ, നിങ്ങളൊരു മനുഷ്യനെ കാണുകയാണ്, യംഷി അലൽ മാ, വെള്ളത്തിന് കൂടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇവിടെ ഉള്ള ഒരു പുഴയിൽ കൂടെ ഒരു താടിയും തൊപ്പിയൊക്കെ വെച്ച ഒരു ഫുൾ കൈ വസ്ത്രം, അല്ല ആ വസ്ത്രം പച്ച നിറവും കൂടിയാണെങ്കിൽ അയാൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണെങ്കിൽ എന്ത് പറയും? എന്താ പറയുക? അല്ലാണ്ട് വലിയ അറിയും അല്ലേ? അയാൾ ഔലിയെന്ന് പറയില്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദാ റഅയ്തും റജുലൻ യംഷി അലൽ മാ, അല്ലെങ്കിൽ ഔ യതീറു ഫിൽ ഹവാ, അല്ലെങ്കിൽ വായുവിലൂടെ പറക്കുന്നത് കാണുകയാണ് ഒരു താടി തൊപ്പി വെച്ച ആൾ, എന്ത് വിചാരിക്കണം? നിങ്ങൾ എന്താ മനസ്സിലാക്കുക? അദ്ദേഹം പറയാണ്, ഇമാം ഷാഫി പറയാണ്, ഫലാ തഗ്തറു, നിങ്ങൾ വഞ്ചിതരാവരുത്, ഹത്താ തൂരിലു അംറഹു അലൽ കിതാബി വസുന്ന, അദ്ദേഹം ഖുർആനും തിരു സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണോ എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നവരെ അദ്ദേഹം വലിയാണെന്ന് പറയുന്നു. അദ്ദേഹം കറാമത്തല്ല, അത് മാജിക്കാണ്. എന്നാൽ കറാമത്തിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, മുഅ്തസിലിയാക്കൾ. മുസ്ലിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ വലി, ഇപ്പം നിങ്ങളൊക്കെ അള്ളാഹിൻ്റെ വലിയാണ്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ, നിങ്ങൾക്ക് തഖ്വയുണ്ടോ എങ്കിൽ നിങ്ങൾക്ക്, അതാണ് അതിൻ്റെ അടയാളം, നിങ്ങൾ വലിയായി മാറും. അപ്പം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മല പോലെ വന്ന് മഞ്ഞുപോലെ പോയിട്ടുണ്ടാവും ഇല്ലേ? ഒരുപാട് അനുഭവമില്ലേ ജീവിതത്തിൽ? ഒരുപാട് വലിയ മല പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് അതിശക്തമായ രൂപത്തിൽ കടന്നു വന്നു. പക്ഷേ നിങ്ങൾക്കൊന്നും തടുക്കാൻ കഴിയില്ല എന്ന് തോന്നിയ സമയത്ത് നിങ്ങൾ റബ്ബിന്റെ നേരെ കൈ ഉയർത്തി, അള്ളാഹു രക്ഷപ്പെടുത്തി. ഇല്ലേ? ഉണ്ടായില്ലേ? ചില സന്ദർഭത്തിലൊക്കെ ചില ആൾക്കാർക്ക് പെൺകുട്ടികൾ തന്നെ ആയിരിക്കും ജനിക്കുന്നത് മുഴുവൻ, 6ഉം 7ഉം പെൺകുട്ടികൾ. കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട്, പടച്ചോനെ ഈ 7 മക്കളെ ഞാൻ എങ്ങനെ കെട്ടിക്കും, ഒരൊറ്റ ആൺകുട്ടി പോലും ഇല്ലല്ലോ. ഒരുപാട് സങ്കടം പേറിയിട്ടുണ്ടല്ലേ? പക്ഷേ 7 കുട്ടികളെയും വിവാഹം കഴിച്ചു, സ്വന്തമായി വീടുണ്ടായി, ആർക്കും ഒരു പ്രയാസവുമില്ലാതെ അള്ളാഹു അതെല്ലാം നീക്കി കൊടുത്തില്ലേ? ഇതാണ് വലിയ, അതാണ് അള്ളാഹുവിൻ്റെ കറാമത്ത്. ഓനൊരു ഭയമില്ല.
ഏയ് മക്കളാന്നുള്ളവർക്ക് പേടില്ല, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ദുഃഖമില്ല, ഒരു പ്രയാസമില്ല. അതാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ വലിയുണ്ടാകുന്ന കറാമത്തിൽ വിശ്വസിക്കണമെന്നാണ് അബൂ ജഅഫർ തഹാവി, ഇമാം അബൂ ജഅഫർ തഹാവി അൽ അഖീദത്തു തഹാവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, വനുഅ്മിനു ബിമാ ജാഅ മിൻ കറാമത്തിഹിം, വലിയിന്റെ കൈക്ക് വരുന്ന കറാമത്തുകളിൽ വിശ്വസിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. വിശ്വസിച്ചോളണം. വസഹഹ സിഖാത്തി മിൻ റിവായത്തിഹിം, അവരിൽ നിന്ന് സഹീഹായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ. ഏതെങ്കിലും കള്ളവാദങ്ങൾ ഇവിടെ നടത്തിയിട്ട് ഞാൻ മക്കത്തുണ്ട് ഔലിയുടെ അന്ന് തന്നെ മുക്കത്തുണ്ട് പറഞ്ഞാൽ അതല്ല കേട്ടോ. അത് ഈ സമൂഹത്തിലുള്ള ആളുകളെ അള്ളാഹുവിൽ നിന്ന് അകറ്റി സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകാനുള്ള വാചകങ്ങളാണ്. അത് ഇസ്ലാമിൽ ബാധകമല്ല. പക്ഷേ കറാമത്ത് നിഷേധിക്കാൻ പാടില്ല. എന്നാൽ അള്ളാഹു കറാമത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതിന് രേഖയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ച സൂറത്ത് മറിയമിലായത്. നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു പറയുന്നു, ഈസാ നബിയെ അവരുടെ മാതാവാര മറിയം ബീവി ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചതിനെ പറ്റി അള്ളാഹ് പറയാണ്, ഫഹമലതുഹു, മറിയം ബീവി ഈസാ നബിയെ ഗർഭം ധരിച്ചു. 10 മാസം പൂർണ്ണ ഗർഭിണിയായപ്പോൾ ഫന്തബദത് ബിഹി മകാനൻ ഖസിയാ, ആളാരുമില്ലാത്ത കാരണം ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച മറിയം ബീവി, അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ ഗർഭം ധരിച്ചപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മറിയം ബീവി മാറി. ഫന്തബദത് ബിഹി മക്കാനൻ ഖസിയ, ആളുകൾ കാണാത്ത വിദൂരമായ സ്ഥലത്തേക്ക് മാറി. അങ്ങനെ അള്ളാഹു പറയുന്നു, ഫഅജാഅഹൽ മഹാലു, അവർക്ക് പ്രസവ വേദന കടന്നു വന്നു, എത്തി. അവരുടെ ജീവിതത്തിലേക്ക് പ്രസവ വേദന, മറിയം ബീവി പ്രസവിക്കാൻ പോകുന്നതിന്റെ വേദന വന്നു. അപ്പോൾ അള്ളാഹു അവരെ എത്തിച്ചത് ഇലാ ജിസ്ഇൻ നഖ്ലത്തി, ഒരു ഈത്തപ്പനയുടെ തടിയുടെ അടുത്തേക്കാണ്. ഒരു ഈത്തപ്പന വൃക്ഷത്തിന്റെ അവിടെ കൊണ്ടുവന്നു പ്രസവത്തിന്റെ സമയത്ത്. അങ്ങനെ പ്രസവവേദനയുടെ കാഠിന്യവും മാനസിക പിരിമുറുക്കവും അനുഭവിക്കുന്ന മറിയം ബീവി പറഞ്ഞു, കാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, അവർ പറയാണ്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവെ നീ എന്നെ മരിപ്പിച്ചിരുന്നെങ്കിൽ, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, എല്ലാം മറന്നിരുന്നെങ്കിൽ, എനിക്കൊന്നും ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ അള്ളാഹു നൽകിയിരുന്നെങ്കിൽ എന്ന് വേദനയോടുകൂടി പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിഷയം മറിയം ബീവി പൂർണ്ണ ഗർഭിണിയായ സമയത്ത് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമാണ്. ആ സമയത്താണ് ഫനാദാഹാ മിൻ തഹ്തിഹാ, അവർ നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടായി. എന്നിട്ട് എന്താ പറഞ്ഞത് മറിയം ബീവിയോട്? അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, അല്ലാ തഹ്സനി, മറിയമേ നീ ദുഃഖിക്കരുത്, ഈ പ്രയാസങ്ങളിലൊന്നും നീ ദുഃഖിക്കരുത്. ഒരു ഭർത്താവില്ലാതെ ഒരു പെണ്ണ് ഗർഭം ധരിക്കുക, എന്നിട്ട് പ്രസവിക്കേണ്ട സമയത്തെത്തുമ്പോൾ ആരാരും ഇല്ലാത്തൊരു സന്ദർഭം ഉണ്ടാവുക, എങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളൊക്കെ ഒരു വലിയ കൗതുക വാർത്തയായിട്ടാണ്, ആംബുലൻസിൽ നിന്ന് പ്രസവിച്ചു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് പ്രസവിച്ചു, വലിയ കൗതുക വാർത്തയാണ്. പക്ഷേ മറിയം ബീവി പ്രസവിക്കുന്നത് ഒരു കാരക്കമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ വിളി വന്നു. എന്താ വിളിച്ചു പറഞ്ഞത്? ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി, ഒരു ദുഃഖവും വേണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, മറിയമേ നിന്റെ കീഴിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ഉന്നതനായ ഒരു വ്യക്തിയെ അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഈസാ നബി. മറിയം ബീവി പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് വളരെ ഉന്നതനായ വ്യക്തിയാണെന്നും അത് നിന്റെ കീഴിലുള്ളൊരു കുട്ടിയാണെന്നും ഒക്കെ അള്ളാഹു അറിയിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഹുസ്സി ഇലൈകി, ഇവിടെയാണ് നമ്മുടെ വിഷയം, വഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ല, നീ എത്തിപ്പെട്ടതായ ആ ഈത്തപ്പന നീ ഒന്ന് കുലുക്കണം. ഖുർആൻ പ്രയോഗിച്ച പദമാണ് ഹുസ്സി, നീ കുലുക്കണം. ഹസ്സ എന്ന് പറഞ്ഞാൽ കുലുക്കീന. നിങ്ങളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും സൗദി അറേബ്യയിലൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോയിട്ട് നിങ്ങൾ ഈ കാരക്കമരം കണ്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും ഒരു കാരക്കമരം കുലുങ്ങും? ഇനി കാരക്കമരം കുലുക്കിയാൽ കാരക്കമരത്തിൽ നിന്ന് കാരക്ക താഴെ വീഴുമോ? പറിച്ചാൽ തന്നെ കിട്ടൂല അല്ലേ? അപ്പം അല്ല പറയാ മറിയം ബീവിനോട്, മറിയം ബീവിക്ക് ആരും തിന്നാൻ കൊടുക്കാനില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞു? ഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ല, ഈത്തപ്പനയുടെ ആ തടി നീ കുലുക്കുക. അപ്പോഴോ
തുസാഖിത് അലൈകി റുതബൻ ജനിയ, പച്ചയും പഴുത്തതുമായ കാരക്ക നിന്നിലേക്ക് എത്തും. അള്ളാഹു മറിയം ബീവിക്ക് കൊടുത്ത കറാമത്താണ്. വിശ്വസിക്കാൻ പറ്റുമോ? മറിയം ബീവി പ്രവാചകനല്ലല്ലോ. പ്രവാചകനാണെങ്കിൽ നമുക്ക് എന്താ പറയാ? മുജിദത്താന്ന് പറയാം. മറിയം ബീവിക്ക് അള്ളാഹു കൊടുത്ത കറാമത്താണെന്ത്? അതും പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണാണ് കുളിക്കുന്നത്. അത്ഭുതത്തോടുകൂടി മുസ്ലിം സമൂഹം ഓതി വെക്കേണ്ട ആയത്തുകളാതൊക്കെ. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഒമിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസപ്പെട്ടതാണ് അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയായി, ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ അംഗീകരിക്കുക എന്നത്. വമാ യുജിദില്ലാഹു ബിഹി ബിഐദീഹിം, അള്ളാഹു അവരുടെ കൈക്കാണ് നടപ്പിൽ വരുത്തുക. മിൻ ഖവാരിഖിൽ ആദാത്തി, പതിവിന് വിപരീതമായിട്ട്. പതിവിന് വിപരീതം. സാധാരണ പതിവിൽ ഉള്ളതല്ലല്ലോ കാരക്ക മരം കുളിക്കുക, കാരക്ക വീകല് പതിവാണോ? ഇല്ല. അപ്പം പതിവിന് വിപരീതമായി വരുന്ന സാധാരണ സംഭവിക്കാത്ത സംഭവങ്ങൾ. അപ്പം അതുകൊണ്ട് കറാമത്ത് എന്ന് പറയുന്ന സംഭവത്തെ പഠിക്കാൻ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ ഒരു സംഭവം കൂടി വിശദീകരിക്കുന്ന ആ സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി നമ്മൾ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ആ കുട്ടി അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും തഖ്വ കൈകൊള്ളുകൊണ്ട് ജീവിക്കുകയും ചെയ്തവരാണ്. ആ കുട്ടി ജീവിച്ചിരുന്ന നാട് യമൻ. യമനിൽ രാജാവ് ബൗദ്ധ വിശ്വാസിയാണ്, ക്രൂരനായ ഭരണാധികാരിയാണ്. ഞാനാണ് അള്ളാഹ് എന്ന് പറയുന്ന ആളാണ്. ആ രാജ്യത്താണ് ഈ കുട്ടിയുള്ളത്. അപ്പം ഈ കുട്ടി അള്ളാഹുവിൽ വിശ്വസിച്ചു, അല്ലദീന ആമനൂ വിശ്വസിച്ചു. ആ കുട്ടി വിശ്വസിച്ചപ്പോഴോ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, രാജാവ് തൻ്റെ ക്രൂരരായ കിങ്കരന്മാരെ കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ടുവന്നു രാജസന്നിധിയിൽ. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിശദമായി അള്ളാഹുവിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞു. രാജാവിന് ദേഷ്യം പിടിച്ചു. രാജാവ് തൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു, ഞാനല്ലാത്തൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കുട്ടിയെ നിങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി ഏറ്റവും ഉയരമുള്ള മലമുകളിൽ നിന്ന് താഴെ എറിയണം. കിങ്കരന്മാർ ആ കുട്ടിയുമായി മലമുകളിലെത്തിയപ്പം രാജാവ് പറഞ്ഞിരുന്നു, അവിടെ എത്തിയിട്ട് എറിയുന്നതിന് മുമ്പ് ആദർശം മാറ്റാൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യവും കൂടി ചോദിക്കണം. ഇപ്പൊ വിശ്വസിക്കുന്ന അല്ലാഹുവിലാണല്ലോ. അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, രാജാവിലാണ് വിശ്വാസം എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഓൻ എറിയണ്ട. അവസാന നിമിഷം കിങ്കരന്മാർ ചോദിച്ചു, മാറ്റമുണ്ടോ ആദർശത്തിന്? അള്ളാഹു ആണോ പ്രപഞ്ചത്തിന് നാഥൻ? കുട്ടി പറഞ്ഞു, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അല്ലദീന ആമനൂ. അപ്പോൾ കിങ്കരന്മാർ ആ കുട്ടിയെ മലമുകളിൽ നിന്ന് താഴേക്ക് എറിയാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ മല പെട്ടെന്ന് അതിശക്തമായി കുലുങ്ങുകയും ഈ കിങ്കരന്മാരെ താഴോട്ടെറിയുകയും കുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്തു. കറാമത്താണ്. അള്ളാഹുവിലുള്ള വിശ്വാസമുള്ളവരാണ് വലിയന്റെ കൈക്ക് കറാമത്ത് വരും. കുട്ടി തിരിച്ച് രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുട്ടിയോട് രാജാവ് ചോദിച്ചു, നീ എങ്ങനെ രക്ഷപ്പെട്ടു? എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ? അപ്പം ആ കുട്ടി പറഞ്ഞു, അവർക്ക് വേണ്ടത് അള്ളാഹു അവർക്ക് കൊടുത്തു, എനിക്ക് വേണ്ട എന്താണ് അതെനിക്ക് അള്ളാഹു തന്നു. അപ്പോൾ ആ കുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹിനോട്, അല്ലാഹുമ്മ ഇക്ഫിനി ബീമാ ശിഅ്ത, പടച്ചോനെ നീ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ വിധം നീ എന്നെ സംരക്ഷിക്കണം എന്നാ കുട്ടിയെ റബ്ബിനോട് പ്രാർത്ഥിച്ചത്. അതാണ് അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്, വകാനൂ യത്തഖൂൻ. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ആ കറാമത്ത് വരിക. അങ്ങനെ വിശ്വസിക്കുന്ന ഔലിയങ്ങൾ കണ്ടുവന്നു. ജീവിതം അവസാനിക്കാൻ പോകുന്ന സമയത്ത് പോലും അള്ളാനെ ഇപ്പം ആദർശം മാറ്റുകയാണെങ്കിൽ രക്ഷപ്പെടും, വേണ്ട ജീവിതം വേണ്ട. അള്ളാഹിനോട് പ്രാർത്ഥന നടത്തി, അള്ളാഹു രക്ഷിച്ചു. അങ്ങനെ രാജാവ് വീണ്ടും കിങ്കരന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു തോണിയിൽ കയറ്റി ഇവനെ സമുദ്രത്തിന്റെ മധ്യത്തിൽ കൊണ്ടുപോവുക. സമുദ്രത്തിന്റെ മധ്യത്തിൽ എത്തിച്ചു കിങ്കരന്മാർ. മധ്യത്തിലെത്തിയേറി തോണിയിൽ നിന്ന് പുറത്തെറിയാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും ചോദിച്ചു, അള്ളാഹു ആണോ ഇലാഹ്? നിന്റെ വിശ്വാസം അത് തന്നെയാണോ? ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. ഉടനെ അവർ കുട്ടിയെ എടുത്ത് തോണിയിൽ നിന്ന് പുറത്തെറിയാൻ പോകുമ്പോൾ തോണി മറിയുകയും കിങ്കരന്മാർ വെള്ളത്തിൽ പതിക്കുകയും കുട്ടി തിരിച്ച് വീണ്ടും രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. രാജാവിന് അത്ഭുത. അപ്പം ആ കുട്ടി പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, എന്നെ നിങ്ങൾ എന്തിനു വേണ്ടി അയച്ചോ അവർക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് അള്ളാഹു കൊടുത്തു. ഞാൻ എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ റബ്ബിനോട് എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇക്ഫിനി ബിമാ ശിഅ്ത,
പടച്ചവനെ നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നീ എനിക്ക് നൽകണം, അവർക്ക് എന്താണോ ഉദ്ദേശിച്ചത് അത് കൊടുക്കണം. അങ്ങനെയാണ് അവർ മുങ്ങി മരിച്ചു. വീണ്ടും ഇവിടെ എത്തി. തിരിച്ചെത്തിയപ്പോൾ രാജാവ് ഈ കുട്ടിയോട് ചോദിച്ചതിനുള്ള മറുപടി ഇതായിരുന്നു. അപ്പം രാജാവ് ഈ കുട്ടിയെ കൊന്നേ അടങ്ങൂ, കാരണം ഈ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈമാൻ ഉൾക്കൊണ്ട കുട്ടിയാണ്. അപ്പം ആ കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലൽ വാശിയാണെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ഒരു വിരോധവുമില്ല. ഈ നാട്ടിലെ യമനിലുള്ള മുഴുവൻ ആളുകളെയും ഒരു മൈതാന മധ്യത്തിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നെ നിങ്ങൾ ഒരു ഉയരത്തിൽ നിർത്തുക, എന്നിട്ട് എൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്പെയ്താൽ ഞാൻ ഷഹീദാവും. ആ കുട്ടി രാജാവിനോട് പറഞ്ഞു. രാജാവ് പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് ആ കുട്ടിയുടെ നേരെ എയ്തു. ആ കുട്ടി ഷഹീദായി. ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ഗുലാം, ആമന്നാ ബി റബ്ബിൽ ഗുലാം, കുട്ടിയുടെ റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വസിച്ചെന്ന് പറഞ്ഞ യമനിലെ മുഴുവൻ ആളുകളെയും ആ രാജാവ് യമനിൽ അതിശക്തമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയും അതിൽ ഇന്ധനം ഒഴിച്ച് ആ വിശ്വസിച്ച മുഴുവൻ ആളുകളെയും അദ്ദേഹം കരിച്ചു കൊന്നു. ഈ കുട്ടിയുടെ കൈക്ക് അല്ലാഹു സാധാരണയിൽ കവിഞ്ഞ പതിവിന് വിരുദ്ധമായ ഒരു ആദരവ് ആ കുട്ടിക്ക് നൽകി. അതാണ് അതിൻ്റെ പേരാണ് കറാമത്ത്. എന്താ കറാമത്ത്? വെറുതെ കറാമത്ത് മുഴുവത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് കറാമത്ത്? ആർക്കാണത് കിട്ടുക? നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയോ? നമുക്കൊക്കെ കിട്ടാം. നമ്മളുടെ കൽബിലുള്ള ഈമാനനുസരിച്ച് എന്തെന്ത് പരീക്ഷണം ഉണ്ടായാലും റബ്ബിനെ മുറുകെ പിടിക്കുക. ഒരു സന്ദർഭത്തിൽ പോലും തഖ്വയിൽ നിന്ന് ഒഴിഞ്ഞുള്ള ജീവിതം ഇല്ലാതിരിക്കുക. അപ്പം നമുക്ക് അള്ളാഹു തരും. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വെള്ളിത്തിരയിൽ നാം കാണുന്ന സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രം കൂടി കേട്ടോളൂ. മഹാനായ ഉമറുല്ലാഹിൻ്റെ കാലം. ഉമറുല്ലാഹിൻ്റെ കാലത്ത്, നബിയുടെ വഫാത്തിന് ശേഷം ഉമറുല്ലാഹിൻ്റെ കാലത്ത്, ഇപ്പം നമ്മൾ ഒന്ന് നബിൻ്റെ മുമ്പ്, ഒന്ന് നബിക്ക് ശേഷം. ഉമറുല്ലാഹിൻ്റെ കാലത്ത് ഒരു വ്യക്തി സാരിയത്ത് ബിൻ സുനൈൻ എന്ന് പറയുന്ന, സാരിയ എന്ന് വിളിക്കുന്ന ഒരാളെ ഇറാഖിലേക്ക് ഒരു പടയോട്ടം നയിക്കാൻ ഉമറുല്ലാഹ് നിശ്ചയിച്ചിരുന്നു. ആ സൈന്യം ഇറാഖിലേക്ക് പോകുന്ന വഴിയിൽ ശത്രുക്കൾ ഒളിപ്പോരാളികളായി നിന്നുകൊണ്ട് ഈ വരുന്ന മുഴുവൻ സാരിയത്ത് ബിൻ സുനൈൻ്റെ കൂടെ വരുന്ന മുഴുവൻ ആളുകളെയും നിഷ്കരണം കൊല്ലാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കറിയില്ല, ഇവർ രാത്രിയിലുള്ള യാത്ര. അപ്പം എല്ലാവരും ഒളിഞ്ഞിരിക്കുമ്പോൾ എന്തുണ്ടാവും? കൂടെ പോയ മുഴുവൻ ആളുകളെയും ഒന്നടങ്കം കൊന്നു തീർക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയാറുണ്ട്. കാരണം ഈമാന്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറയും, ഉമർ റളിയല്ലാഹു അൻഹു മുൽഹമാണ്. മുൽഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വെളിപാടുള്ളവൻ. വെളിപാട്, ചില കാര്യങ്ങൾ വെളിപാടുണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പറയല്ലേ അങ്ങനെ വേണ്ട, അതങ്ങനെയല്ല, അല്ല ഇങ്ങനെയെന്നല്ല. പിന്നെ അവസാനം നിങ്ങൾ പറഞ്ഞായിരിക്കും ശരി അല്ലേ? അതൊരു ഇൽഹാമാണ്, ഒരു വെളിപാടാണ്. പല വിഷയങ്ങളിലും നിങ്ങളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റിപ്പോവും അല്ലേ? ചിലതോ നിങ്ങൾക്ക് അല്ലാഹു ആരാ പറഞ്ഞെന്നൊന്നും എനിക്കറിയില്ല, ഒരു ഇൽഹാം ഉണ്ടായി, അത് ചെയ്യണ്ട, അപ്പീടിയ തുടങ്ങണ്ട, നമുക്കുണ്ടായില്ലേ? അല്ലെങ്കിൽ ആ വിവാഹം കഴിക്കണ്ട, അല്ലെങ്കിൽ അവിടെ വീടുണ്ടാക്കണ്ട. അങ്ങനെ നമുക്ക് തന്നെ ഒരു ഇൽഹാം ഉണ്ടാവും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ സാരിയത്ത് ബിൻ സുനൈൻ ഇറാഖിലേക്ക് പടയോട്ടം നടത്തിയപ്പോൾ ശത്രുക്കൾ ഒളിഞ്ഞിരുന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തറിഞ്ഞു. മദീനയും യമനും തമ്മിലുള്ള ദൂരം അറിയില്ലേ? ഒരു ഫോണിലൂടെ വിളിച്ചിട്ടല്ല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. 3 വട്ടം ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിന്റെ മുകളിൽ നിന്ന് വിളിച്ചു, യാ സാരിയത്ത് ബിൻ സുനൈൻ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, യാ സാരിയത്ത് ബിൻ സുനൈൻ അൽ ജബൽ. പോകുന്ന വഴി യാത്ര പോകരുത്, കൊന്നുകളയും, പർവ്വതത്തിലേക്ക് യാത്ര തിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറെന്നാണ് വിളിച്ചു പറയുന്നത്. അതാര് കേൾക്കുന്നു? യമനിൽ ഇറാഖിലേക്ക് വഴി പോകുന്ന നമ്മുടെ സാരിയത്ത് ബിൻ സുനൈൻ കേൾക്കുന്നു. 2 കൂട്ടയും കറാമത്ത്. ഈ കറാമത്ത് കേൾക്കുമ്പോൾ അതൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മൂമിനാൻ കഴിയില്ല. മനസ്സിലായോ? അള്ളാഹു ഇപ്പം മറിയം ബീവിന്റെ ചരിത്രം ഖുർആനിൽ പറഞ്ഞില്ലേ? ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. കറാമത്ത് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാർക്കേ ഉണ്ടാവുള്ളൂ?
അല്ല പറഞ്ഞെന്താ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമുണ്ടാവില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രയാസം വരുമ്പോൾ പേടിണ്ടാവില്ലേ? ആർക്കാ പേടില്ലാത്തത്? ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോയാൽ തോൽക്കോ ജയിക്കോ ഉള്ള പേടിയാ, ദുഃഖാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു സംഭവം തുടങ്ങുമ്പം അല്ല അതിപ്പോ വിജയിക്കുമല്ലേ, ഒരു ആശങ്കയാണ് അല്ലേ എപ്പോഴും. അത് ഒരു വലിയ ഉണ്ടാവില്ല. വലിയ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, സൂറത്ത് യൂനുസിൽ അള്ളാഹു പറഞ്ഞെന്താ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് അവർക്ക് അള്ളാഹു ഒരുപാട് സന്തോഷം കൊടുക്കും, വഫിൽ ആഖിറ പരലോകത്തും കൊടുക്കും. അതാണ് വലിയ. വലിയ പറഞ്ഞാൽ ആരാ? ഇനി അത് പച്ചക്കുപ്പായൻ്റെ ഒക്കെ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. ഒരു പച്ച തട്ടും പച്ചപ്പുറപ്പും പച്ച തുണിയും ഇതൊക്കെ കള്ളന്മാരാ. അത് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞു. അത് പറഞ്ഞ വാക്കങ്ങനെ അറിയുള്ളൂ. റസൂൽ പറഞ്ഞു, പള്ളിയിൽ അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ലാതെ പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് ജടകുത്തിയ വസ്ത്രവും അഴുക്ക് പുരണ്ട വസ്ത്രവുമായി വന്നുകൊണ്ട് അദ്ദേഹം യമുദ് യദൈഹി ഇലസമാ, ആകാശത്തേക്ക് രണ്ട് കൈകളും ഉയർത്തി ഈ കള്ള ഒലിയി എന്ത് ചെയ്യും? യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചു കൊടുക്കും. ഇങ്ങനെ ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് താടി വെച്ച് ഒരു പച്ച കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു മൂലയിൽ ഇരുന്നിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് 24 മണിക്കൂറും വിളിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എത്ര ഈമാനുള്ളവരാണ് എന്ത് പറയും? ഇപ്പൊ പുതിയൊരു ഔലിയ വന്നിട്ടുണ്ട് പുതിയറ പള്ളിയിൽ. ഇവിടെ കയറൂല കേട്ടോ, ഒരു ഈത്താനും കയറില്ല. ഇവിടെ കയറിയ അടുത്ത സെക്കൻഡിൽ വഴി വിട്ടു പോകും അല്ലേ? എന്താ കാരണം? ഇവിടെ ഈമാനുള്ള തൗഹീദുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ റസൂലുള്ള പറയാണ്, 14 നൂറ്റാണ്ട് മുമ്പാ പറഞ്ഞത്. ഇപ്പോഴുള്ള കഥകൾ ആലോചിച്ച് നോക്കൂ. യാ റബ്ബ് എന്ന് വിളിച്ചു പറയും. റബ്ബേ റബ്ബേ എന്നാ വിളിച്ചത്, തെറ്റൊന്നല്ല വിളിച്ചത്, ആണോ? പക്ഷേ നിസ്കരിക്കുന്നില്ല, കുളിക്കുന്നില്ല, ജുമാക്ക് പോകുന്നില്ല, സക്കാത്ത് കൊടുക്കില്ല, സദക്ക കൊടുക്കില്ല, ഹജ്ജിന് പോക്കില്ല. എന്നിട്ടോ ഇവിടെയുള്ള ആളുകൾ എന്താ പറയാ? നിങ്ങൾ ആ പറയുന്ന മാതിരി ഒന്നല്ല, ഓൽക്ക് കറാമത്തുണ്ട്, ഓൽക്ക് 40 തടിയാണ്. അങ്ങനെ ഒരു കറാമത്തേ ഇല്ല കേട്ടോ. ഇതൊക്കെ കള്ള റിപ്പോർട്ടുകൾ പറയും. ഇന്നൽ വലിയ യതശക്കലു ഫി 40 ജിസ്മ, ഒരു വലിയ 40 തടിയാണ്. അങ്ങനെ അപ്പോൾ ഒരു തടി ഇവിടെ നിസ്കരിക്കാതെ ജുമാക്ക് വേണ്ട ഐസ്ക്രീം തിന്ന് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ട ഐസ്ക്രീം തിന്ന് നടക്കുക. അപ്പം നിങ്ങൾ പറയാണ് ഇയാളാവില്ല, ഇയാളല്ല ഇവിടെ ജുമാക്കൊന്നും പോകണില്ലല്ലോ. അപ്പം അതിൻ്റെ മറുപടി 40 തടിയാ മോനെ, ഒന്ന് ഹറമിലുണ്ട് ജുമാക്ക്, 39 എണ്ണം നടക്കുക. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ഒലിയാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള അല്ലേ? അതിലും വലുതാരെ ഉണ്ടാവുമോ? ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി. അപ്പം ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ, എന്നാലും നിങ്ങളുടെ ഈമാനിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടി നിങ്ങൾ ശിർക്കിൻ്റെ വഴികളിലേക്ക് പോയി മരിക്കുമ്പോൾ മുശ്രിക്കായി മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. കാരണം നമ്മളെ ഈമാൻ പെട്ടെന്ന് വഴിവിടും. ഇപ്പം നമ്മൾ ഒരു കച്ചവടം തുടങ്ങുകയാണ്. അപ്പോൾ കച്ചവടം തുടങ്ങുമ്പോൾ ഒരാൾ നിങ്ങളോട് പറയാണ്, എത്ര ഈമാൻ ഉണ്ടായാലും നിങ്ങൾ ഒരു 10 20 ലക്ഷം റുപ്യ മുടക്കി തുടങ്ങാൻ പോണ ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഒരാൾ പറയാണ്, ഇതിനൊരാൾ ഇവിടെ തങ്ങളുണ്ട്, ആ തങ്ങളെ കൊണ്ട് തുറപ്പിച്ചാൽ. അങ്ങനെ എത്ര പീഡിയക്കാരുണ്ട് ഇവിടെ ഇല്ലേ? തങ്ങന്മാരാണോ തുറക്കാൻ നല്ലത്, അതോ പൈസ മുടക്കുക ഞാനോ? നിന്റെ അത്ര ഇഖ്ലാസ് ഉണ്ടാവും ഇവർക്ക്? ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കാനും തഖ്വയോടുകൂടി ജീവിക്കാനും സാധിച്ചാൽ നമ്മളെല്ലാം ഔലിയാക്കന്മാരാണ്. നമ്മുടെ കൈക്കെല്ലാം അള്ളാഹു കറാമത്തുകൾ വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തുന്ന കറാമത്ത് ഒരിക്കലും ഞാൻ വേറൊരാൾക്ക് തരാമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പം മറിയം ബീവി പറഞ്ഞില്ലേ പിൽക്കാലത്ത് എന്ത്, ഇനി പ്രസവിക്കാൻ അടുക്കുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്നോളി ഞാൻ രക്ഷപ്പെടുത്താൻ. ഖുർആൻ എടുത്ത് പറഞ്ഞ കാര്യങ്ങളിലൊന്നുമില്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയിക്കാനുണ്ടോ എങ്കിൽ ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് ഉമർ അള്ളാഹുവിന് പറഞ്ഞില്ല. കാരണം ഉമർ അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൽഹാം ഇല്ലാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇൽഹാം ഉണ്ടാവും, നമുക്കും അങ്ങനെ തന്നെയല്ലേ, എല്ലാ കാര്യങ്ങളിലും ഇൽഹാം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ചില വിഷയങ്ങളിൽ നമുക്ക് ഇൽഹാം ഉണ്ടാവില്ല. മഹാനായ ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ഒരു ഭ്രാന്തിയായ പെണ്ണ്, ഒരു ഭ്രാന്തത്തി, അവൾ വ്യഭിചരിച്ചു. വ്യഭിചാരം സ്ഥിരീകരിച്ചു, തെളിവ് മുഖേന സ്ഥിരീകരിച്ചു. സ്വാഭാവികമായിട്ടും ജീവിതം കൊല ചെയ്യപ്പെടും, കൊല ചെയ്യപ്പെടും അല്ലേ? അതും വിവാഹിതയായ ഒരു ഭ്രാന്തിയായിരുന്നു. അങ്ങനെ ഉമറുല്ലാഹുവിനു കൊലക്ക് വിധിച്ചു, കൊല്ലാൻ വിധിച്ചു. വിധിച്ച സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഉമറുല്ലാഹുവിൻ്റെ അടുത്ത് അവിടുന്ന് പോയി, വെട്ടാൻ ഏൽപ്പിച്ചു പോയി. പെട്ടെന്നാണ് അലി അള്ളാഹുവിനു അവിടത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരു പെണ്ണോട് ഇരിക്കുന്നുണ്ട്. മാഹാദി ഇതെന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, മജ്നൂൻ തുല്ലി ഫുലാൻ, ഇന്ന തറവാട്ടിലുള്ള ഭ്രാന്തിയായ പെണ്ണാന്ന് പറഞ്ഞു.
അപ്പോൾ എന്തിനാണ് അവൾ ഇവിടെ ഇരിക്കുന്നത്? അപ്പം ഇസ്ലാമിക ശിക്ഷ നടപ്പിൽ വരുത്താൻ. ഉടനെ അലി അള്ളാഹു ഉമർ അള്ളാഹിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ അള്ളാഹുവിനോട് ഒരു കാര്യം പറയട്ടെ. റുഫിയൽ ഖലം അൻ സലാസ്, ഇസ്ലാം 3 ആളുകളിൽ നിന്ന് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് നിയമമില്ല, ഉമറെ അറിയില്ലേ? അങ്ങനെ 3 ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്ലാമിലെ ശിക്ഷ നടപ്പിൽ വരുത്താൻ പാടില്ല. അതാരാ? ഒന്ന് അൽ മജ്നൂൻ, ഭ്രാന്തൻ, ഏതുവരെ നടപ്പിൽ വരുത്താൻ പാടില്ല? ഹത്ത യഫിക്ക, ഭ്രാന്ത് മാറും വരെ. അത് ഇസ്ലാമിലെ നിയമമാണ്. അപ്പോൾ നിങ്ങൾ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ച തീരുമാനം തിരുത്തണം. ഉമർലാൻ ഒരു ഇൽഹാം ഉണ്ടായില്ല, ഉമർലാൻ ഉടനെ തന്നെ തിരുത്തി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാവും, ഇല്ലാത്ത സന്ദർഭങ്ങളുണ്ടാവും. മനസ്സിലായി? അലി അള്ളാഹുവിന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ ബോധ്യം ഉണ്ടാവുകയും തിരുത്തുകയും ആ സ്ത്രീയെ വെറുതെ വിടുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തും. അത് തുടങ്ങണ്ട. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞ നമ്മളോട്? നിങ്ങൾക്കൊരു കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക, സലാത്തുൽ ഇസ്തിഖാറ, അല്ലേ? ഖൈറ് ചോദിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചവനത് ഖൈറാണെങ്കിൽ, അത് ഏത് കാര്യവും, ഒരു പെണ്ണെട്ടാൻ പോകണമെന്നാണെങ്കിൽ നിക്കാഹിന് പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് പഠിച്ചവനെ ജീവിതത്തിലേക്ക് അടുപ്പിക്കേണ്ടവളാണ്, എൻ്റെ ആഖിറത്തിലേക്കും ദുനിയാവിലേക്കും എനിക്ക് എൻ്റെ ജീവിതത്തിന് ഭാഗ്യം ലഭിക്കുന്ന നല്ലവളാണെങ്കിൽ പഠിച്ചവനെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടല്ല അകറ്റിക്കൊണ്ട്. അകറ്റും. അവസാന നിമിഷത്തിൽ ഒരു അകറ്റില്ലേ? ഇല്ലേ? പല കേസിലും നിങ്ങൾ കേട്ടില്ലേ? അവസാന നിമിഷം രക്ഷപ്പെടുന്നത്, തൂക്കാൻ വിധിച്ചതും അതുപോലെ തന്നെ വെട്ടാൻ വിധിച്ചതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, അതുവരെ അതിൻ്റെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവില്ല. ഇല്ല, സാധാരണ ഡെഡ് മണി വാങ്ങിയാൽ എന്ത് ചെയ്യാം? കേസിന് ഒഴിവാക്കാം, അല്ലേ? പക്ഷേ ഡെഡ് മണി ഒരു സ്വീകരിക്കുന്നില്ല. ബ്ലഡ് മണി സ്വീകരിക്കേണ്ട വരുമ്പം ആ ബ്ലഡ് മണി സ്വീകരിക്കേണ്ടക്കുമ്പോൾ കേസ് എന്ത് ചെയ്യും? തലവെട്ടും. പക്ഷേ അവസാന നിമിഷം അതിൻ്റെ ആളുകൾ, നബിൻ്റെ കാലത്ത്, ഉമറുല്ലാഹിൻ്റെ കാലത്ത് വരെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. മക്കൾ ബാപ്പനെ എറിഞ്ഞു കൊന്ന ഒരാളെ കൊല്ലാൻ വിധിച്ചു. ഉമറുല്ലാഹിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഉമറുല്ലാഹിനോടിൻ്റെ അടുത്ത് വന്നിട്ട് ഈ മക്കൾ വന്നിട്ട് അവസാനം പറഞ്ഞു, ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്, വെട്ടണ്ട. കാരണം എന്താ? ഈ മനുഷ്യൻ അറിയാതെ ചെയ്തു പോയതാ. എന്ന് പറഞ്ഞാൽ മൂപ്പരൊരു കല്ലെടുത്ത്, വലിയൊരു കല്ലെടുത്തിട്ട് എറിഞ്ഞതാ. എറിഞ്ഞപ്പോൾ ഈ ആൾ അവിടെ ഒട്ടകത്തെ മേക്കുന്നതും ഈ വ്യക്തി കണ്ടിട്ടില്ല. അപ്പം കല്ല് വന്ന് തലക്ക് വന്ന് തട്ടി അദ്ദേഹത്തിന് അപകടം പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു. സ്വാഭാവികമായിട്ടും തലൻ്റെ ഒമ്പളാങ്കെട്ടിനൊക്കെ കല്ല് വന്നടിച്ചാൽ മരിച്ചു നമുക്കറിയാലോ. അങ്ങനെ മരിച്ചു. പക്ഷേ ബോധപൂർവം ചെയ്തതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ മക്കൾ മാപ്പ് നൽകി, രക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ തന്നെ ചിലപ്പോൾ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി ഇപ്പം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. അതാണ് കറാമത്ത്, കേട്ടോ. ആ കറാമത്തുള്ളവരായാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ, പരലോകത്ത് വന്നാലും അള്ളാഹു സന്തോഷം തരും, ദുനിയാവിനും സന്തോഷം തരും. ആ വിഭാഗം ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ ഊസിക്കും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ഒലിയായി ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ എല്ലാ സന്തോഷവും ആനന്ദവും കണ്ടുകൊണ്ട് സ്വർഗം മുഖാമുഖം കാണിച്ചു തരുന്ന ഒരാൾ മരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരു വലിയ മരിക്കുമ്പോൾ ഇതാ മാത്തൽ ഇൻസാൻ, അത്തരത്തിലൊരാൾ മരിക്കുമ്പോൾ ഒരു അലൈഹി മക്കേതു, ചെന്നെത്തുന്ന സ്ഥലം ഇവിടുന്ന് കാണിച്ചു കൊടുക്കും മരിക്കുമ്പോഴേ. ഇപ്പം നമ്മൾ മരിക്കുമ്പോൾ നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഈ മയ്യത്ത്, അത് മയ്യത്ത് കാണും. ചിലർ പറയില്ലേ മയ്യത്ത് ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അതിനൊക്കെ മഹാഭാഗ്യം വേണം. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം പുൽകുമ്പോൾ അള്ളാഹു കാണിച്ചു തരും. ഒമിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, സ്വർഗത്തിലേക്കാണ് ഈ മയ്യത്ത് പോകുന്നെങ്കിൽ മയ്യത്തിന് അള്ളാഹു സ്വർഗം കാണിക്കും. ഒമിൻ അഹ്ലിൻ നാരി അന്നാർ, നരകത്തിലേക്കുള്ള പണിയാണ് ഭൂമി നിർത്തുമെങ്കിൽ നരകം കാണിച്ചുകൊണ്ടാണ് പോവുക. മനസ്സിലായോ? അള്ളാഹു സ്വർഗം കാണിച്ചുകൊണ്ട് പോകുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ വലിയായി മാറണം. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട വലിയായി മാറിയാൽ നമ്മളിലൂടെ അള്ളാഹു കറാമത്തുകൾ നൽകും. അള്ളാഹു ആർക്കെങ്കിലും കറാമത്ത് നൽകിയാൽ പുറത്ത് പറണ്ട, അത് വിളിച്ചു പറയലല്ല നമ്മളെ പണി. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹുവിനെ ആദരിച്ചിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ അടയാളം എന്താ? ആദരിച്ചുള്ളതിൻ്റെ അടയാളം എന്താ? ഇപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ ചോദിക്കും, എന്താ അടയാളം? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്ത് മലമറിക്കുന്ന പ്രശ്നം വന്നാലും പേടി ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. ബുദ്ധിയില്ലായിട്ടല്ല, ചിലപ്പോൾ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് പേടി ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. നമുക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ള, നല്ല പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള കഴിവുള്ള ആളാണ്, എന്നിട്ടും ഒരു പേടിയില്ല. ചിലർ പറയലില്ലേ, ചില ഭാര്യമാർ പറയും, ഇയാൾക്ക് എന്തുണ്ടായാലും അന്തി കുന്തം മറിഞ്ഞാലും മൂപ്പരനങ്ങൂല, ഉത്തരിക്കുക. അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എനിക്ക് ഭ്രാന്താണോ? നിങ്ങൾ ഭ്രാന്തല്ല. നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയവും ദുഃഖവും ഒക്കെ ഇല്ലാതെയാവും കേട്ടോ. നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടായ ഒരു സംഭവം കൂടി കേട്ടോളൂ. വഫാത്തിന് ശേഷം അസ്വദുൽ അനസി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ വന്നു. രാജ്യത്തിപ്പം ഇപ്പോഴും ഇല്ലേ കള്ളപ്രവാചകന്മാർ? അപ്പം അസ്വദുൽ അനസി എന്ന പേരുള്ള ഈ കള്ളപ്രവാചകൻ വന്നപ്പോൾ യമനിൽ അദ്ദേഹത്തിന് ധാരാളം, എല്ലാം യമനിലാണ് വരും കേട്ടോ, എല്ലാ ലുൽമും വരെ യമനിലാണ്. യമനിൽ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ടായി. അനുയായികൾ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിക്കാത്തവരെ അദ്ദേഹം കൊന്നു തീർത്തു. ആ സമയത്താണ് അബൂ മുസ്ലിമുൽ ഖവലാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിച്ചില്ല, ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് എതിർത്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തീക്കുണ്ടാരമൊരുക്കി. ആർക്ക് വേണ്ടി? അബൂ മുസ്ലിമുൽ ഖവലാനിക്ക് വേണ്ടി. ആര്? ഈ അസ്വദ് അൽ അനസി. അദ്ദേഹം തീക്കുണ്ടാരമൊരുക്കിയിട്ട് അതിലേക്ക് ഇന്ധനമൊഴിച്ച് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ വലിച്ച് അതിലേക്ക് ഇടുകയാണ്. വേണേ ഇപ്പം മാറാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ജീവിതത്തിൽ ഇത്രമാത്രം ഈമാൻ ഉണ്ടാവുമോ? അപ്പോൾ അദ്ദേഹം തീർത്തു പറഞ്ഞു, കള്ളപ്രവാചകൻ അന്തക്കാരി കള്ളനാന്ന് പറഞ്ഞു. എടുത്ത് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ സാധാരണ പതിവെന്താകുക? കത്തിക്കരിയും, അല്ലേ? പക്ഷേ അബൂ മുസ്ലിമുൽ ഖവലാനി ആ സമയത്ത് അതിൽ വെച്ച് നിസ്കരിക്കുകയാണ്, തീക്കുണ്ടാരത്തിൽ വെച്ച് നിസ്കരിക്കുകയാണ്. അത്ഭുതം കണ്ട ആളുകൾ അത്ഭുതപ്പെട്ട് വിസ്മയപ്പെട്ടു പോയി. ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല, അല്ലേ? അള്ളാഹുവിൻ്റെ കറാമത്ത് അള്ളാഹു കൊടുക്കുകയാണ്. അബൂ മുസ്ലിമുൽ ഖവലാനി അവിടുന്ന് നിസ്കരിക്കുകയാണ്. ഈ രംഗം കണ്ടു ആളുകളെല്ലാം. അങ്ങനെ അദ്ദേഹം സുരക്ഷിതനായി പുറത്തു വന്നു. ഈ വ്യക്തിക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വീകരണം നൽകിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വീകരണ യോഗത്തിൽ പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ചാൽ, ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിന് രക്ഷിച്ചതുപോലെ മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിൽ നിന്നതാ അള്ളാഹു ഒരാളെ തീക്കുണ്ടാരത്തിന് രക്ഷിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളിൽ പെടുമ്പോൾ അതിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും. ചിലപ്പോൾ കടത്തിലായിരിക്കും, അല്ലേ? സഹിക്കാൻ കഴിയാത്ത കടങ്ങൾ വന്ന് മേലക്ക് മേൽ മറിയും. ചിലപ്പം മക്കൾ വഴിവിട്ടു പോയതായിരിക്കും. സങ്കടത്തോടുകൂടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ആ സങ്കടം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. മക്കൾ വഴിവിട്ടുപോയി, അത് അവരുടെ ഇതാണ്. ഞാൻ അതിലേക്കൊന്നും, നിങ്ങൾ ഓനെ വഴിവെപ്പിച്ചിട്ടുണ്ടോ എങ്കിലേ നിങ്ങൾക്കതിൽ ബാധ്യത ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല. എത്രയോ മക്കളുണ്ടല്ലോ അങ്ങനെ, അല്ലേ? ഒന്നിനും കൊള്ളരുതാത്തപ്പോൾ ഒരു മോന് ഉമ്മാനെ അടിക്കുകയാണ്, കണ്ടില്ലേ? എന്നിട്ടും ആ ഉമ്മ പറയുന്നു, എൻ്റെ കുട്ടിൻ്റെ പേരിൽ എനിക്ക് പരാതിയില്ല. അതാണ് പെറ്റമ്മ കേട്ടോ. അത്ഭുതം കൂടിപ്പോവും. മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അള്ളാഹുവിനോട് അടുപ്പമുണ്ട്, ഈമാനുണ്ട്, തഖ്വയുണ്ട്. ഞാൻ അള്ളാഹിനോട് അടുത്തോ, മരിക്കുന്നതിന് മുമ്പ് സ്വർഗം കണ്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുക. എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ മരിക്കുമ്പോൾ നിന്റെ സ്വർഗത്തോപ്പ് എൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് എന്നെ മരിപ്പിക്കണമേ എന്ന് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മരിച്ചു പിരിയാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയ എല്ലാ തെറ്റുകളും പോരായ്മകളും അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരോഗ്യമില്ലാതെ ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രോഗത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകി അവർക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ രംഗത്തും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ വ്യവസായത്തിലും, നമ്മുടെ വ്യവഹാരങ്ങളിലും, നമ്മുടെ നിത്യവൃത്തികളിലുമൊക്കെ
നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ മുഖറബായ വലിയായി മാറാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.